ഇന്നു മുതൽ അതായത് ജൂലൈ മാസം 1-ാം തീയതി മുതൽ നമ്മുടെ രാജ്യത്ത് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഇന്നു മുതൽ പാൻ കാർഡ് അപേക്ഷകൾക്ക് ആധാർ പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഇപ്പോൾ പാൻ കാർഡ് ഉള്ളവരെല്ലാം ഡിസംബർ 31-നകം അവരുടെ ആധാർ നമ്പറുകൾ ലിങ്ക് ചെയ്യണം. ട്രെയിനിൽ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ആധാർ പരിശോധന നിർബന്ധമാക്കും. കൂടാതെ ജൂലൈ 15 മുതൽ എല്ലാ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിനും ഓൺലൈനായോ നേരിട്ടോ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ആവശ്യമാണ്. അതിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിലേക്ക് അയക്കുന്ന ഒറ്റത്തവണ പാസ്വേഡും ഉൾപ്പെടുന്നു. ടിക്കറ്റ് നിരക്കിലും നേരിയ വർധനവ് റെയിൽവേ നടപ്പിലാക്കുന്നു. AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസ വർദ്ധിക്കും. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ AC ക്ലാസുകളിൽ കിലോമീറ്ററിന് 1 പൈസയും വർധനവുണ്ടാകും. ഓർഡിനറി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 500 കിലോമീറ്റർ വരെ നിരക്കിൽ വർധനവില്ല. 500 കിലോമീറ്റർ മുകളിൽ 1/2 പൈസ വീതം വർധനവുണ്ടാകും. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള എല്ലാ ട്രെയിനുകൾക്കും ഈ നിരക്ക് വർധനവ് ബാധകമാണ്. ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31-ൽ നിന്നും സെപ്റ്റംബർ 15-ആക്കി മാറ്റിയിട്ടുണ്ട്. അതോടെ ശമ്പളക്കാരായ വ്യക്തികൾക്ക് ടാക്സ് ഫയലിംഗുകൾ പൂർത്തിയാക്കാൻ 46 ദിവസം കൂടി അധികമായി കിട്ടുകയാണ്. SBI എലൈറ്റ് മൈൽസ് പ്രൈം പോലുള്ള തിരഞ്ഞെടുത്ത പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വിമാന ടിക്കറ്റുകൾ വാങ്ങുമ്പോൾ നൽകുന്ന എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് SBI നിർത്തലാക്കുകയാണ്. HDFC ബാങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് വാടക നൽകാനോ ഓൺലൈൻ സ്കിൽ ഗെയിമുകൾക്കായി 10,000 രൂപയിൽ കൂടുതൽ ചെലവഴിക്കാനോ ശ്രമിച്ചാൽ 1% സർവീസ് ചാർജും ഇനി മുതൽ ഈടാക്കും. HDFC കാർഡ് ഉപയോഗിച്ച് ഒരു മാസത്തിൽ 50,000 രൂപയിൽ കൂടുതലുള്ള യൂട്ടിലിറ്റി പേയ്മെന്റുകൾക്കും മേൽപ്പറഞ്ഞ ഈ ഫീസ് തന്നെ നൽകണം. ICICI ബാങ്ക് ATMകളിൽ ഒരു മാസത്തിലെ ആദ്യത്തെ 5 ഇടപാടുകൾ സൗജന്യമായി തന്നെ തുടരും. അതിനുശേഷം പണം പിൻവലിക്കുന്നതിന് ഓരോ ഇടപാടിനും 23 രൂപ വീതം ഈടാക്കും. മറ്റ് സേവനങ്ങൾ സൗജന്യം തന്നെയാണ്. ICICI ബാങ്ക് ഉപഭോക്താക്കൾ മറ്റുള്ള ബാങ്കുകളുടെ ATMകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സൗജന്യ ഇടപാടുകളുടെ എണ്ണം മെട്രോ നഗരങ്ങളിൽ ഇനി മുതൽ 3 എണ്ണം മാത്രമായിരിക്കും. ചെറിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും 5 തവണ സൗജന്യമായി ഉപയോഗിക്കാം. അത് കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും മെട്രോ നഗരങ്ങളിൽ 23 രൂപയും ചെറിയ പട്ടണങ്ങളിൽ 8.5 രൂപയും നൽകണം. ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്കുള്ള ചാർജുകൾ അതായത് IMPS വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ചാർജും കൂട്ടിയിട്ടുണ്ട്. നേരത്തെയുള്ള 2.5 രൂപയിൽ നിന്ന് 15 രൂപയായി കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ക്യാഷ് റീസൈക്ലർ മെഷീനുകളിൽ പ്രതിമാസം 3 സൗജന്യ ഇടപാടുകളാണ് ലഭിക്കുന്നത്. അതിനുശേഷം ഓരോ ഇടപാടിനും കസ്റ്റമർ 150 രൂപ വീതം നൽകണം. ATM ഉപയോഗവും ഓൺലൈൻ ട്രാൻസ്ഫറും ഇനി മുതൽ ചെലവേറിയതാകും. പുതിയ നിരക്കുകൾ നോക്കി മനസ്സിലാക്കിയ ശേഷം ഇടപാടുകൾ നടത്തുക. അല്ലെങ്കിൽ മൊബൈലിൽ SMS വരുമ്പോൾ പണം ബാങ്കുകാർ ഈടാക്കിയതായി നിങ്ങൾക്ക് മനസ്സിലാകും.